ഇതോടുകൂടി മൊസാദ് ഇന്ത്യക്കും ചില നിർദ്ദേശങ്ങൾ നൽകി. അതായത് റോ, ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തണം. ഇന്ത്യക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഹമാസ് മോഡലാണ്, ഹമാസ് ആണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം എന്നുള്ള ഒരു നിർദ്ദേശം. അങ്ങനെ റോ നടത്തിയ അന്വേഷണത്തിൽ ജമ്മു കാശ്മീരിലെ ചില ആശുപത്രികൾക്ക് സമീപം തുരങ്കങ്ങൾ നിർമ്മിച്ചതായിട്ട് കണ്ടെത്തുന്നു. നമ്മുടെ ജമ്മു കാശ്മീർ പോലീസും ഇന്റലിജൻസ് വിങ്ങും നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇത് കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഗസയിലെ അൽഷിഫ ആശുപത്രി എങ്ങനെയാണോ ഹമാസ് ഭീകരർ അവരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയത്, അവിടെ ബങ്കറുകളും തുരങ്കങ്ങളും ഒക്കെ നിർമ്മിച്ച് ആയുധങ്ങൾ സംഭരിച്ചു, ഭീകരർ ഒളിച്ചിരിക്കാനുള്ള താവളമാക്കി മാറ്റി, അതുപോലെ തന്നെയാണ് ഈ ഉമർ നബിയെ പോലെയുള്ള ഡോക്ടർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില തന്ത്രങ്ങൾ പാകിസ്ഥാൻ മെനയുന്നത്. അപ്പോൾ പാകിസ്ഥാനാണ് തന്ത്രങ്ങൾ മെനഞ്ഞെന്ന് ഇതുവരെ നമ്മൾ കരുതിയെങ്കിൽ അതിനു പിന്നിലെ സൂത്രധാരർ എന്ന് പറയുന്നത് ഹമാസ് ആണെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മൊസാദിന്റെ മുന്നറിയിപ്പ് വന്നതോടുകൂടി റോയും മൊസാദും യൂറോപ്യൻ യൂണിയനിലെ ചില അന്വേഷണ ഏജൻസികളും ഒന്നിച്ച് ഇവർക്കെതിരെ ഇറങ്ങാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.